എന്നോടൊപ്പം ഇവിടെ ഒരു അമ്മയുണ്ട്. ഞാൻ ഈ അമ്മയുടെ പേരെന്താ? എന്റെ പേര് സീതാലക്ഷ്മി അമ്മാൾ. സതീശൻ ഇട്ട പേരാ അമ്മാളും അമ്മ. സതീശൻ ഇട്ട പേര് എനിക്ക് അമ്മാളും അമ്മ. സതീശൻ ഇട്ട പേരാണോ? എന്താണ് അതിന്റെ കഥ എന്ന് പറയൂ. കഥ പറയാം. ഹലോ, വെൽക്കം ബാക്ക്. അപ്പം നമ്മൾ ഇന്നലെ തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ കണ്ടത് നമ്മൾ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു ഗംഭീരമായ സത്യപ്രതിജ്ഞാ ചടങ്ങുകളാണ് കണ്ടത്. അപ്പം ഏക്കാലും ഇന്നലെ എന്താണ് സത്യപ്രതിജ്ഞാ ചടങ്ങ് തുടങ്ങിയ അവസരത്തിൽ തന്നെ കുറേയധികം കോൺട്രവേഴ്സിലൂടെ UDF കടന്നു പോയിട്ടുണ്ട്. അത് നല്ല രീതിയിൽ LDF ആണേലും എല്ലാം അത് ചർച്ച ആക്കിയിട്ടുണ്ട്. നല്ല രീതിയിൽ ഇതിന്നൊരു കത്തിക്കുന്ന ഒരു സംഭവമായിട്ടുണ്ട്. അപ്പൊ ഏക്കാലും ഞാൻ ഈ ഒരു വീഡിയോ നമ്മൾ ഫോണിൽ കണ്ടോണ്ടിരിക്കും. ഈ സത്യപ്രതിജ്ഞാ ചടങ്ങ് കണ്ടോണ്ടിരുന്നപ്പോ തന്നെ ആദ്യം വന്ദേമാതരമാണ് തുടങ്ങിയത്. അപ്പൊ തന്നെ ഞാൻ എന്റെ സുഹൃത്തിനോട് പറഞ്ഞിരുന്നു, ഈ കണ്ടോ, ഈ വന്ദേമാതരം ആലോപിച്ചതിന് എന്തെങ്കിലും നാളെ ഒരു പൊട്ടിത്തെറി ഉണ്ടാകും. അപ്പം എന്താണ് നീ നാളത്തെ ന്യൂസ് കണ്ടോ, ഇത് വന്ദേമാതരം മുഴുവനായിട്ട് ആലോപിച്ചതിന് ഉറപ്പായിട്ടും നാളെ കോൺട്രവേഴ്സി ഉണ്ടാകും. ഇതിന് VT സതീശൻ മിക്കവാറും ഏറി പോകേണ്ടി വരും. പക്ഷെ അദ്ദേഹത്തിന്റെ കയ്യിൽ വ്യക്തമായിട്ടുള്ള മറുപടി ഉള്ളതുകൊണ്ട് പേടിക്കേണ്ട. അദ്ദേഹം LLB എടുത്ത ഒരു PhD എടുത്ത ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന് എങ്ങനെ നിൽക്കണം, ഏത് നിൽക്കണം എന്നൊക്കെ അറിയാം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞതിന് ഒരു മാറ്റവും സംഭവിച്ചില്ല. അതേപടി വന്ദേമാതരം മുഴുവനായിട്ട് ആലോപിച്ചതിന്റെ കാര്യത്തിൽ കോൺട്രവേഴ്സി വന്നിരിക്കുകയാണ്. നമ്മുടെ മുൻ മന്ത്രി ഇതിനകത്ത് നമ്മുടെ മന്ത്രി മരുമോനെ ഇതിനകത്ത് ദുരൂഹതയുണ്ടെന്ന് ആരോപിച്ച ഒരു പോസ്റ്റും കാര്യങ്ങളൊക്കെ ഇട്ടുകൊണ്ട് വന്നതിന്റെ അടിസ്ഥാനത്തിൽ നിന്നത് ചർച്ചയായിട്ടുണ്ട്. നമുക്ക് സാരമില്ല. അത് RSSനെ അനുകൂലിക്കുന്നു, RSSന്റെ അടിമകളായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരുന്നുണ്ട്. പിന്നെ നമ്മൾ വന്ദേമാതരം ഇവിടെ നമ്മള് നിരോധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ആദ്യത്തെ 2-4 വരികൾ മാത്രമേ വന്ദേമാതരം നമ്മൾ അംഗീകരിച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷെ അത് മുഴുവനായിട്ടും ആലോപിക്കണ്ടായി. പക്ഷെ എന്താണെങ്കിലും നമുക്കത് ഒരു സൈഡിൽ മാറ്റി നിൽക്കാം, അതിന് സെപ്പറേറ്റ് വീഡിയോ ചെയ്യാം. പക്ഷെ ഇന്നലത്തെ ഒരു തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയം എന്ന് പറയുന്നത് നമുക്ക് ആലോചിക്കാൻ പോലും പറ്റാത്ത ഒരു ഇതിലാണ്. നമ്മൾ ജനങ്ങൾ എങ്ങനെയാണോ ആഗ്രഹിച്ചത് അതേ രീതിയിലാണ് ഇന്നലത്തെ ഒരു സത്യപ്രതിജ്ഞ. ശരിക്കും നമ്മൾ ഇങ്ങനെ ഒരു സത്യപ്രതിജ്ഞ സീരീസിൽ നമ്മൾ കണ്ടിട്ടേ ഇല്ല. അതിൽ ഏറ്റവും പ്രായമായിട്ടുള്ള പരവൂരിലെ അമ്മ എന്നറിയപ്പെടുന്ന ഏറ്റവും പ്രായമായ ഒരു അമ്മ VT സതീശനെ കാണണം എന്ന് ആവശ്യപ്പെട്ടപ്പോഴത്തേക്ക് മീഡിയാസിനോടാണ് ആദ്യം ആവശ്യപ്പെട്ടത്. അതിനുള്ള സൗകര്യം ചെയ്യുകയും പിന്നെ ആ ചടങ്ങിൽ സ്റ്റേജിലോട്ട് അമ്മയെ കയറ്റിക്കൊണ്ട് വരുന്നതും രാഹുൽ ഗാന്ധി അടക്കമുള്ള ആൾക്കാർ VT സതീശൻ സാർ അടക്കമുള്ള ആൾക്കാർ അമ്മയെ ചേർത്ത് പിടിക്കുകയും ആ അമ്മയെ VT സതീശൻ ഈ രാഹുൽ ഗാന്ധിക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്ന ഒക്കെ ദൃശ്യങ്ങൾ കണ്ടതാണ്. പിന്നെ അത് മാത്രമല്ല, വേറൊരു കുട്ടി വൈഗ എന്ന് പറഞ്ഞൊരു കുട്ടി സ്റ്റേജിലോട്ട് കയറി വരികയും രാഹുൽ ഗാന്ധിയോട് സംസാരിക്കുകയും ആ ഒരു നിമിഷങ്ങളൊക്കെ നമ്മൾ ജനങ്ങൾ ഇങ്ങനെ തന്നെ ആയിരിക്കണം. നമ്മൾ ഒരു നേതാവിനെ വോട്ട് കൊടുത്ത് നമ്മൾ ജയിപ്പിച്ചു വിടുകയാണല്ലോ. ജയിപ്പിച്ച് വിട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഇവര് നേതാക്കന്മാരൊക്കെ ആയി കഴിയുമ്പോഴത്തേക്ക് പിന്നെ സെക്യൂരിറ്റിയാണ്. നമുക്ക് അവരുടെ അടുത്തോട്ട് ചെല്ലാനോ നമ്മുടെ അഭിപ്രായങ്ങളൊന്നും പറയാനോ പറ്റത്തില്ല. പക്ഷെ അവിടെയാണ് ഈ UDF ഈ ഒരു സർക്കാർ നേരെ വിപരീതമായിട്ട് നമ്മൾ എങ്ങനെ ആഗ്രഹിച്ചു അതേ രീതിയിൽ അവര് നമുക്ക് കാഴ്ചവെച്ച് തരുന്നത്. കാരണം നിങ്ങൾക്ക് ഭയമില്ലാതെ ഞങ്ങളോട്ട് ഓടി വരാം, നിങ്ങളുടെ പ്രശ്നങ്ങൾ ഞങ്ങൾ കേൾക്കാൻ തയ്യാറാണ്, നിങ്ങൾക്ക് എന്താണോ വേണ്ടുന്നത് അത് നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇരിക്കുന്നത്, ഞങ്ങൾ എന്നും നിങ്ങളോട് കടപ്പെട്ടവരായിരിക്കും, നിങ്ങളോട് ഈ ജനങ്ങളോടാണ് ഞങ്ങൾക്ക് നന്ദി പറയാനുള്ളത്, നിങ്ങളാണ് രാജാവ്, ജനങ്ങളാണ് രാജാവ്, ഞങ്ങൾ കേവലം നിങ്ങളുടെ നിങ്ങളുടെ ഒരു ജോലിക്കാരി മാത്രമാണ് എന്നൊരു ഓർമ്മപ്പെടുത്തുന്ന രീതിയിലാണ് ഇന്നലത്തെ ആ ഓരോ നിമിഷങ്ങളും കടന്നു പോയിക്കൊണ്ടിരുന്നത്. വളരെയധികം സന്തോഷകരമായിട്ടുള്ള നിമിഷങ്ങളായിരുന്നു ഇന്നലെ. വടശ്ശേരി ദാമോദര മേനോൻ സതീശൻ എന്ന ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തതയും കൂറും. ഇന്നലെ ലക്ഷക്കണക്കിനോളം ആൾക്കാരായിരുന്നു ഇന്നലെ സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഉണ്ടായിരുന്നത്. ആർക്കും പ്രത്യേകിച്ച് ഗുണമോ കാര്യങ്ങളോ കൂലിക്ക് വിളിച്ചിട്ടൊന്നുമല്ല. ലക്ഷക്കണക്കിന് കുറേയധികം ആൾക്കാർ, പാസ് കിട്ടിയ ആൾക്കാർക്ക് പോലും അതിനകത്തോട്ട് കടക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകാത്ത അത്രയും രീതിയിലുള്ള ഒരു ഇതാണ്. തങ്ങളുടെ ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട VT സതീശൻ എന്ന് പറഞ്ഞ ആ നേതാവിനെ ആ സത്യപ്രതിജ്ഞ കാണാൻ, കേൾക്കാൻ, ഒരു അസുലഭ നിമിഷം ആസ്വദിക്കാൻ വേണ്ടി വന്ന സാധാരണക്കാരായ ജനങ്ങളായിരുന്നു ഭൂരിഭാഗവും. അത് സാറ് മനസ്സിലാക്കണം, VT സതീശൻ സാറ് മനസ്സിലാക്കണം. അപ്പം ആദ്യത്തെ ക്യാബിനറ്റ് യോഗം വിളിച്ചു ചേർത്തപ്പോൾ തന്നെ ആശാ വർക്കറുടെ കാര്യങ്ങളാണ് അവിടെ പരിഗണനയിൽ വന്നത്. അത് VT സതീശൻ അന്നേ പറഞ്ഞിരുന്നു. അന്ന് പിണറായി വിജയൻ ഈ ആശാ വർക്കറുടെ സമരം നടക്കുമ്പോൾ ഒന്ന് പോകുകയോ അവിടെ ചെന്ന് അവരുടെ സിറ്റുവേഷൻ മനസ്സിലാക്കുകയോ അവരുടെ വികാരങ്ങൾ മനസ്സിലാക്കുകയോ ചെയ്യുന്നില്ല. ആ ഒരു സാഹചര്യത്തിലാണ് VT സതീശനെ പോലെയുള്ള പ്രതിപക്ഷ നേതാവായിരുന്നു അദ്ദേഹം അവിടെ ചെല്ലുകയും ആശാ വർക്കർമാർക്ക് ഉറപ്പ് കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ അധികാരത്തിൽ വരുന്ന ആ സമയത്തിൽ ആദ്യത്തെ ക്യാബിനറ്റ് യോഗത്തിൽ നിങ്ങളുടെ വിഷയമായിരിക്കും ആദ്യം അവതരിപ്പിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു പറച്ചിൽ ഇന്ന് സത്യമായിരിക്കുകയാണ്. ഈ സത്യപ്രതിജ്ഞ 21 മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം ആദ്യത്തെ ക്യാബിനറ്റ് യോഗത്തിൽ ആദ്യം വെച്ചിരുന്ന കാര്യങ്ങളും ഇത് തന്നെയാണ്. ആശാ വർക്കറുടെ അവരുടെ ആവശ്യം എന്താണോ അത് നമ്മൾ അംഗീകരിക്കും എന്നുള്ള ഒരു കാര്യമാണ്. വളരെ സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഇതിനോട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
UDF സാർ പറഞ്ഞ VT സതീശൻ സാർ അന്ന് പറഞ്ഞ ഓരോരോ കാര്യങ്ങളും 1 by 1 ആയിട്ട് ജനങ്ങളുടെ മുന്നിലോട്ട് എത്തിക്കും എന്നുള്ള ഒരു ഉറപ്പാണ് പറയാനുള്ളത്. പിന്നെ അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം എന്താണ് ഇതുപോലെ മന്ത്രിസഭ യോഗം കൂടുന്നതിന് മുമ്പ്, അതായത് സത്യപ്രതിജ്ഞയ്ക്ക് മുമ്പ് തന്നെ ഒരു മീഡിയക്കാരൻ, ഒരു യുവാവ് ചോദിക്കുകയുണ്ടായിട്ടുണ്ടായിരുന്നു, സാർ നമ്മുടെ വണ്ടി മോഡിഫിക്കേഷൻ നടത്തുന്ന കാര്യം എന്തായി എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു എന്താണ് സൈക്കോളജിസ്റ്റ് എന്ന്, അങ്ങനെ നമ്മുടെ വികാരം, നമ്മുടെ ആ മനുഷ്യരെ മനസ്സിലാക്കിയിട്ട് ഒരു സൈക്കോളജിസ്റ്റ് ആയിട്ടാണ് അദ്ദേഹം നമ്മുടെ ബിഹേവ് ചെയ്തത്. ഒരു ആക്ഷനും ഇട്ടിട്ട് ഒരു പുഞ്ചിരിയോടെ അതല്ലേ, അതൊക്കെ നമുക്ക് ശരിയാക്കാമെന്നുള്ള രീതിയിൽ. അപ്പൊ നമുക്ക് ഈ 10 വർഷത്തിനിപ്പുറം ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മന്ത്രിയാണ് നമുക്ക് കിട്ടിയത്. അതിൽ പരം നമുക്ക് എന്ത് വേണം? അല്ലെങ്കിൽ ദാഷ്ട്യം, കടക്ക് പുറത്ത്, മരപ്പട്ടി, ഇതൊക്കെ വീട്ടിൽ പോയി പറ, ഇങ്ങനെയൊക്കെയുള്ള പദപ്രയോഗങ്ങളാണ് നമ്മൾ കഴിഞ്ഞ 10 വർഷമായിട്ട് കണ്ടുവരുന്നത്. പക്ഷെ അതിനൊക്കെ വിരാമം ഇട്ടുകൊണ്ട് തന്നെ ഇന്ന് VT സതീശൻ എന്ന് പറഞ്ഞ വിസ്മയം വന്നിരിക്കുകയാണ്. അദ്ദേഹം എന്താണ് ആ ഒരു ചിരിയിലൂടെ എല്ലാവരെയും ഹാൻഡിൽ ചെയ്യുന്ന ആ ഒരു രീതിയുണ്ട്, നാക്കുണ്ട്. ചിരിച്ചുകൊണ്ട് മാത്രമാണ് ഓരോരുത്തരെയും ഇത് ചെയ്യുന്നത്. അപ്പം അതൊക്കെ നമുക്ക് വളരെ ഒരു പോസിറ്റീവ് എനർജി തന്നെയാണ്. അദ്ദേഹത്തിന്റെ ആ ഓറ കാണുമ്പോൾ തന്നെ, ചിരിച്ച മുഖം കാണുമ്പോൾ തന്നെ, ഓരോരുത്തരും ട്രീറ്റ് ചെയ്യുന്ന ആ രീതി തന്നെ നമുക്ക് വളരെ സന്തോഷകരമായിട്ടാണ്. പിന്നെ അതുപോലെ തന്നെയാണ് ജൂൺ 15 കൂടി സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അത് നടപ്പിലാക്കുമെന്ന് പറഞ്ഞു. പക്ഷെ അത് എത്രത്തോളം പ്രാബല്യത്തിൽ വന്നാൽ അത് നല്ല രീതിക്ക് എടുക്കുമെന്ന് എനിക്കറിയത്തില്ല. കാരണം ഇപ്പോൾ തന്നെ KSRTC നഷ്ടത്തിലാണെന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പം നഷ്ടത്തിലിരിക്കെ സ്ത്രീകൾക്ക് ഇങ്ങനെ ഒരു ഇത് കൊടുത്തിട്ടുണ്ടെങ്കിൽ പ്രൈവറ്റ് ബസ്സുകാരെ അവരെങ്ങനെ ബാധിക്കുമെന്നൊക്കെ നമുക്കറിയത്തില്ല. പിന്നെ സ്ത്രീകൾക്ക് എല്ലാവർക്കും അങ്ങനെ ഒരു യാത്ര കൊടുക്കണം, അത് ഓർഡിനറി ബസ്സാണോ, എന്തെങ്കിലും ക്രൈറ്റീരിയ ഉണ്ടോ എന്നും അറിയത്തില്ല. അതിനകത്ത് VT സതീശൻ എന്താണ് ഒരു മാനദണ്ഡം കാണുന്നതെന്ന് അറിയത്തില്ല. പക്ഷെ നമ്മൾക്ക് അഭിപ്രായം എന്ന് വെച്ചാൽ ഒരു 50 വയസ്സിന് അല്ലെങ്കിൽ 60 വയസ്സിന് മുകളിലോട്ടുള്ള ഒരു 55 വയസ്സ് അങ്ങനെ ഒരു ഏജ് വെച്ചിട്ട് സ്ത്രീകൾക്കെന്ന് മാത്രം കാറ്റഗറൈസ് ചെയ്ത് കൊടുക്കുക, സ്ത്രീകൾക്കും പുരുഷന്മാർക്കും എന്നുള്ള രീതിക്ക് ഫ്രീ യാത്ര കൊടുക്കുക, അതിനെന്തെങ്കിലും കാർഡോ കാര്യങ്ങളൊക്കെ കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ എന്തെങ്കിലും പിന്നോക്കം നിൽക്കുന്ന ആൾക്കാർക്ക് കൊടുക്കുക എന്നൊക്കെ മാത്രമേ പറയാവുള്ളൂ. അല്ലാണ്ട് എല്ലാവർക്കും കൊടുക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ സീരിയസ്ലി എനിക്ക് അങ്ങനെ ഒരു അഭിപ്രായമില്ല. കാരണം നമുക്ക് ഇപ്പോഴും നഷ്ടത്തിലാണല്ലോ. പിന്നെ നമ്മുടെ കേരളം വളരുന്നതനുസരിച്ച് എല്ലാവർക്കും ഫ്രീ യാത്ര എന്നുള്ള രീതിക്ക് വരണം. പക്ഷെ അത് പ്രൈവറ്റ് ബസ്സുകാരെ, ജീവനക്കാരെ അതൊരിക്കലും ബാധിക്കാൻ പാടില്ലാത്ത തരത്തിൽ വേണം അത് ഓർഗനൈസ് ചെയ്യാൻ. പക്ഷെ അത് VT സതീശൻ എങ്ങനെ അത് കൈകാര്യം ചെയ്യുന്നു എന്ന് നമുക്ക് കാണാൻ ആഗ്രഹമുണ്ട്. പക്ഷെ അതൊരിക്കലും ഒരു അബദ്ധത്തിൽ ചെന്ന് ചാടരുത് എന്നും കൂടിയാണ് നമുക്കിവിടെ പറയാനുള്ളത്. പിന്നെ കുറേയധികം നല്ല നിമിഷങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്റെ ഫ്രണ്ട്സ്, എന്റെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. അതോടൊപ്പം തന്നെ കമന്റ്, ലൈക്ക് എന്നിവ ചെയ്യുക. പിന്നെ ഹൈപ്പ് എന്നൊരു ഓപ്ഷനെ കൊടുക്കാൻ ശ്രമിക്കുക. അപ്പൊ ഇതൊക്കെയാണ് വാർത്തകൾ. എന്തൊക്കെയോ പറയണമെന്നുണ്ട്, പക്ഷെ വീഡിയോയുടെ ലെന്ത് അമിതമാകുന്നത് കൊണ്ട് ഞാൻ ഇപ്പൊ നിർത്തുകയാണ്. 1 by 1 ആയിട്ട് ഇടാം. അപ്പം അടുത്തൊരു വീഡിയോ വീണ്ടും കാണുന്നവരെ.